നന്മയുടെയും വികസനത്തിന്റെയും രാഷ്ട്രീയമാണ് തന്റെ ലക്ഷ്യമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ കോർഡിനേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതാണ് അതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ കാഞ്ഞങ്ങാട് വന്നിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ച ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ നാട്ടിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ആശയം, നിങ്ങൾ എല്ലാവരും ഈ കാസർഗോഡ് ജില്ലയുമായി വർഷങ്ങളായ പ്രീതിയുമായി ബന്ധമുള്ളവരല്ലേ, കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിന് മുന്നിൽ, സാധാരണ മനുഷ്യന്റെ മുന്നിൽ ഈ വടക്കൻ കേരളത്തിൽ നിന്നും ഉയർന്നു വന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിന്നും കൊടുക്കുന്ന ഒരു സന്ദേശം, അത് പകയുടെയും കൊലയുടെയും വിദ്വേഷത്തിന്റെയും ഒരു സന്ദേശം ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ, പുതിയ ഒരു ചിന്താധാര ഉയർത്തുവാൻ, രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് നന്മയുടെ രാഷ്ട്രീയം എന്ന ആശയം ഈ നാട്ടിൽ ഉയർത്തുവാനായിട്ട് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നിന്നും അത് ആരംഭിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും പശ്ചാത്തലങ്ങളായിരിക്കും എന്റെ ആദ്യത്തെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. ഇടതു സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം മൂലം സംസ്ഥാനത്ത് നിന്ന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന പ്രവണത ഒഴിവാക്കാൻ കാഞ്ഞങ്ങാടിനെ IT ഹബ്ബാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് തൊഴിൽ ലക്ഷ്യമിട്ട് ഫുഡ് പാർക്ക് സ്ഥാപിക്കുമെന്നും ടൂറിസം മേഖലയുടെ കുതിച്ചുചാട്ടത്തിനായി ടൂറിസം ഇടനാഴി ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് വ്യവസായ എസ്റ്റേറ്റിനു വേണ്ടി മുൻകൈയെടുക്കും. മണ്ഡലത്തിന് മന്ത്രിയുണ്ടായിട്ടും എങ്ങും വികസന മുരടിപ്പ് മാത്രമാണ് കാണാൻ കഴിയുന്നതെന്നും ഇത് മാറ്റിയെടുക്കാൻ താൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും ഷൈജി പറഞ്ഞു. ഇനി മുതൽ മരണം വരെ താൻ കാഞ്ഞങ്ങാട്ടുകാരനായിരിക്കുമെന്നും കുടുംബസമേതം കാഞ്ഞങ്ങാട്ടേക്ക് താമസം മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ബാബു കോട്ടപ്പാറ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.